അങ്ങനത്തെ കുറെ സാധനങ്ങൾ ഇവിടെ നിന്ന് മാറാനുണ്ട്. അത് മാറാത്തതിന്റെ കാരണം ഒന്നാമത്തെ പുതിയ പുതിയ ആൾക്കാർ വരണം. ഒക്കെ ഈ പ്രായമുള്ള ആൾക്കാർ കിടന്ന് കളിക്കണ്ടെന്നാണ് രാഷ്ട്രീയത്തിലായാലും സിനിമയിലായാലും എൻ്റെ ഒരു അഭിപ്രായമുണ്ട്. കുറെയൊക്കെ അഭിപ്രായം എനിക്കില്ല. ഞാൻ പൊതുവെ കണ്ടേക്കുന്നത് അങ്ങനെയല്ല. അപ്പൊ രാഷ്ട്രീയത്തിലായാലും ഈ കാര്യത്തിലായാലും കുറച്ചും കൂടെ ചെറുപ്പക്കാർ വരണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് പേഴ്സണൽ അഭിപ്രായം ഉണ്ടാകും. ആ പേഴ്സണൽ അഭിപ്രായം ആകുമ്പോൾ രാഷ്ട്രീയത്തിലുള്ള MA ബേബി നിങ്ങളുടെയൊക്കെ ഇവിടെ റിലേഷനാണ്, ഇവിടെ സുഹൃത്താണ്, ബേബിസാവാനാണ് ഇപ്പം അതായത് ദേശീയ സെക്രട്ടറി ആയിട്ട് വന്നിരുന്നത് CPI. അപ്പൊ പുതിയ ആളിന് വഴി കമ്മിലായിരുന്നു. അല്ല അങ്ങനല്ല, അങ്ങനെ പറയില്ല, അത് പറയില്ല. അടുത്ത ആളാണ്. അല്ല അത് അങ്ങനെ പറയില്ല. അത് പാർട്ടി തീരുമാനമല്ലേ. പാർട്ടി തീരുമാനം പേഴ്സണൽ പറഞ്ഞതിന്റെ പേരിലാണ്. അതെന്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. ഒരു പാർട്ടി എന്ന് പറയുന്നത് അതൊരു വലിയൊരു സംഭവമാണ്. അവിടെ ഒരാൾക്കൊരു പ്രാധാന്യമില്ല അതിന്റെ. അല്ല അത് തന്നെ പറഞ്ഞു കഴിഞ്ഞല്ലോ, ബേബിസാർ തന്നെ പറഞ്ഞു കഴിഞ്ഞു. പാർട്ടി എന്ത് തീരുമാനിക്കണത് അതുപോലെ നമ്മൾ മനസ്സിൽ വന്നു. അതാണ് ഞാൻ പറഞ്ഞത്. അതാണ് അതിന്റെ സത്യം. അത് പാർട്ടി കാര്യങ്ങളാണ്. എന്ന് വെച്ചാൽ നല്ല ആ പുള്ളി അതിൽ അർഹതപ്പെട്ടതാണെന്നാണ് എൻ്റെ പേഴ്സണൽ. തീർച്ചയായിട്ടും ബേബിസാവൊക്കെ അർഹതപ്പെട്ട ആൾ തന്നെ, ഒരു സംശയമില്ല. പാർട്ടി ഒന്നടങ്കം എടുത്ത തീരുമാനമല്ലേ. എത്രയും നാളത്തെ എക്സ്പീരിയൻസ് ആണ് MA ബേബി എന്ന് പറയുന്ന പുള്ളിക്കുള്ളത്. അദ്ദേഹം പാർട്ടിയുടെ ദേശീയ സെക്രട്ടറി ആകുമ്പോൾ നമുക്കൊക്കെ അഭിമാനിക്കാം. നമുക്കൊക്കെ ഒരു കാര്യത്തിൽ കയറി ചെല്ലാൻ പറ്റിയ ഒരു എളിമയായ ഒരു മനുഷ്യനാണ്. അത് ഞാൻ ഈ സമയത്ത് പറയാതിരിക്കാൻ പറ്റില്ല. അല്ല നമ്മളെ സിനിമ കാണാൻ വന്നത് തന്നെ പുള്ളി തിരക്കിന്റെ വന്ന് ഈ തിരക്കിന്റെ ഇടയിൽ നമ്മളൊക്കെ ആ പുള്ളിനെ അത്ര റെസ്പെക്ട് ചെയ്യണം. ആ സിനിമ കണ്ട് അതിന് അഭിപ്രായം പറഞ്ഞ് വളരെ വളരെ ഭയങ്കര ജെന്യുവൻ ആയിട്ടുള്ള ആള്. ജെന്യുവൻ സാധനം പറയുള്ളൂ. അതെ അതെ അതെ, അല്ലാത്തൊന്നും പറയില്ല. എനിക്കും അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കും എനിക്കും നല്ല അടുപ്പം. എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വൈഫിന് ഒരു ജോലി വേണമെന്ന് വിളിച്ചു പറഞ്ഞു. അന്ന് തന്നെ വിളിച്ച് ശരിയാക്കി ആ ജോലി ഇപ്പോഴും എൻ്റെ കൂട്ടുകാരൻ്റെ വൈഫ് തുടരുന്നുണ്ട്. നല്ല എളിമയുള്ള മനുഷ്യന് നമുക്ക് സംസാരിക്കാൻ, ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റുന്ന മുഖത്തോടുകൂടി അല്ല നമ്മൾ ഇന്നലെ ദേഷ്യപ്പെട്ട് കണ്ടിട്ടില്ല. വന്നിട്ടുണ്ടായിരുന്നു അച്ഛൻ ഒന്ന് കാണുകയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ വ്യവസായം ഞാൻ പറയാറുള്ളത് ഈ സിനിമയിലേക്ക് ഇറങ്ങി നല്ല സപ്പോർട്ട്. പുള്ളി ഓൾറെഡി പുള്ളി മറ്റേ നമ്മുടെ 2 പ്രാവശ്യം കലാസാംസ്കാരിക ഇതും പുള്ളിക്ക് അറിയത്തില്ലാത്ത ആൾക്കാരും കലാകാരന്മാരും ഇല്ലല്ലോ. അങ്ങനെ നല്ല ഇതാണ്, നല്ല സപ്പോർട്ട്. പിന്നെ പുള്ളി നല്ല കലാകാരനാ. അമ്മയുടെ ഹെഡല്ലായിരുന്നു. അപ്പൊ നമുക്കറിയാലോ ആ കാര്യങ്ങളിൽ അവരെല്ലാരും കുടുംബപരമായിട്ട് തന്നെ അവിടെ നിന്ന് കുടുംബപരമായിട്ട് ഒരാള് സിനിമയിലേക്ക് കിട്ടിയിരിക്കുന്നു. ഇനി പുതിയ സിനിമ ചെയ്യാൻ പോകാനല്ലേ. ഈ കാര്യങ്ങളൊക്കെ പോകുമ്പോൾ ഈ സിനിമയിൽ നിന്ന് കുറേ പഠിച്ചു. സന്തോഷവും ദുഃഖവും കല്ലും മുള്ളും ഒക്കെ വരുന്ന പാതയിലൂടെയാണ് യാത്ര ചെയ്തത്. ഇനി ഒരു പുതിയ സിനിമ ചെയ്യുമ്പോൾ പുതിയ ഒരാളായിട്ട് മാറുകയാണ്. ഈ സിനിമ മാറ്റി വയ്ക്കുന്നത്. ഈ സിനിമയിൽ ഒരു സ്വപ്നം കാണാൻ പറ്റില്ല. ഇനി പുതിയ സിനിമ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു റിസ്ക് ഇപ്പോഴേ മുന്നിൽ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും. ഇപ്പൊ ഇതിനകത്തും നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയല്ലോ ഹൈദരിക്ക. അത് കഴിയുമ്പോൾ നമ്മൾ പിന്നെ ഇതും കൂടെ കണ്ടിട്ടാണല്ലോ അടുത്ത സിനിമ ചെയ്യുള്ളൂ. ശരിക്കും അത് നല്ലൊരു ഇതായിരുന്നു. ആരാണ് സബ്ജക്റ്റ് സിനിമ പുതിയ? ഞാൻ ഡയറക്റ്റ് ചെയ്യുന്ന പടമാണ് അത്. എൻ്റെ ഒരു ഫ്രണ്ട് ജോബി ചേട്ടനാണ് അതിൻ്റെ സ്റ്റോറി, സ്ക്രീൻ പ്ലേ ഞാനാ. അങ്ങനെ ഡയറക്ഷനും നിർമ്മാതാവും ആർട്ടിസ്റ്റിനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ വിഷ്ണു വിനയൻ സാറിൻ്റെ മോൻ വിഷ്ണു ആണ് അതിനകത്തൊരു മെയിൻ ലീഡ് ചെയ്യുന്നത്. പിന്നെ ഒരുപാട് ആർട്ടിസ്റ്റ്, ഒരു 10-30 പേര് മെയിൻ ഇതായിട്ട് തന്നെയാണ് അതിനകത്ത് പോകുന്നത്. അതിനകത്ത് ഓരോ ക്യാരക്ടേഴ്സും അങ്ങനെ ഒരു ത്രില്ലറാണ് അത്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.